ലോകം മറ്റൊരു ആരോഗ്യ പ്രതിസന്ധിയുടെ നിഴലിലാണോ എന്ന സംശയം ജനിപ്പിക്കുന്ന വാർത്തകളാണ് കരീബിയൻ കടലിലെ ഉല്ലാസ കപ്പലുകളിൽ നിന്ന് പുറത്തുവരുന്നത്. ഹാൻഡ വൈറസ് ഉയർത്തിയ ഭീതി വിട്ടുമാറുന്നതിനു മുൻപേ അതിവേഗം പടരുന്ന നൊറോ വൈറസ് എന്ന വില്ലൻ ഒരു പ്രമുഖ ക്രൂയിസ് കപ്പലിലെ 100-ലധികം യാത്രക്കാരെയും ജീവനക്കാരെയും കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. വിനോദയാത്രയ്ക്കായി ഇറങ്ങിത്തിരിച്ചവർ ഇപ്പോൾ കപ്പലിനുള്ളിലെ പ്രത്യേക മുറികളിൽ ഐസൊലേഷനിൽ കഴിയേണ്ടി വരുന്ന ദയനീയാവസ്ഥയിലാണ്. അത്യന്തം പകർച്ചവ്യാധി സ്വഭാവമുള്ള ഈ വൈറസ് ബാധിച്ചവർക്ക് കടുത്ത ഛർദി, വയറിളക്കം, പനി, വയറുവേദന തുടങ്ങിയ ലക്ഷണങ്ങളാണ് അനുഭവപ്പെടുന്നത്. പെട്ടെന്നുണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകൾ മൂലം കപ്പലിലെ ആഘോഷങ്ങൾ നിമിഷനേരം കൊണ്ട് നിലച്ചു. 100-ലധികം പേർ ഒരേ സമയം രോഗബാധിതരായതോടെ കപ്പൽ അധികൃതർക്കും ആരോഗ്യ പ്രവർത്തകർക്കും സാഹചര്യം കൈകാര്യം ചെയ്യുന്നത് വലിയ വെല്ലുവിളിയായി മാറി. ക്രൂയിസ് കപ്പലുകൾ പോലുള്ള പരിമിതമായ സ്ഥലങ്ങളിൽ ഇത്തരം വൈറസുകൾ കാട്ടുതീ പോലെ പടരാനുള്ള സാധ്യത കൂടുതലാണ്. 100-കണക്കിന് ആളുകൾ ഒരേ ഭക്ഷണം പങ്കുവയ്ക്കുകയും ഒരേ പ്രതലത്തിൽ സ്പർശിക്കുകയും ചെയ്യുന്നത് വൈറസ് വ്യാപനത്തിന് ആക്കം കൂട്ടുന്നു. ശുചിമുറികൾ, ലിഫ്റ്റുകൾ, ഡൈനിങ് ഹാളുകൾ തുടങ്ങിയ പൊതു ഇടങ്ങളിലൂടെയാണ് വൈറസ് പ്രധാനമായും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്. കപ്പൽ ഓപ്പറേറ്റർമാർ നിലവിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ്. ഓരോ കോണും അണുവിമുക്തമാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ജീവനക്കാർ. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചവരെ ഉടൻ തന്നെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചു. രോഗവ്യാപനം തടയുന്നതിനായി സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷനുമായി ചേർന്ന് കപ്പൽ അധികൃതർ നിരന്തരമായ ചർച്ചകളും മുൻകരുതലുകളും സ്വീകരിച്ചു വരുന്നു. ലോകമെമ്പാടും ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുന്ന പ്രധാന വില്ലന്മാരിൽ ഒന്നാണ് നൊറോ വൈറസ്. മലിനമായ ആഹാരത്തിലൂടെയോ വെള്ളത്തിലൂടെയോ മാത്രമല്ല, വൈറസ് ബാധിച്ച വ്യക്തിയുമായുള്ള സമ്പർക്കത്തിലൂടെയും ഇത് പടരാം. കപ്പലിലെ അടഞ്ഞ അന്തരീക്ഷത്തിൽ വായുവിലൂടെയോ അല്ലെങ്കിൽ മലിനമായ പ്രതലങ്ങളിലൂടെയോ വൈറസ് പടരാനുള്ള സാധ്യത വളരെ കൂടുതലായതിനാലാണ് ക്രൂയിസ് കപ്പലുകൾ ഇതിന് ഇത്രയധികം ഇരയാകുന്നത്. ഹാൻഡ വൈറസിനെ കുറിച്ചുള്ള വാർത്തകൾ ലോകമാകെ ആശങ്ക പടർത്തുന്ന ഈ സാഹചര്യത്തിൽ നൊറോ വൈറസിന്റെ കടന്നുവരവ് ആരോഗ്യ മേഖലയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ഓരോ വൈറസും ഓരോ രീതിയിലാണ് മനുഷ്യ ശരീരത്തെ ബാധിക്കുന്നത്. ഹാൻഡ വൈറസ് എലികളിലൂടെയാണ് പടരുന്നതെങ്കിൽ നൊറോ വൈറസ് പ്രധാനമായും ശുചിത്വമില്ലായ്മയിലൂടെയാണ് പടരുന്നത്. ഇത് ജനങ്ങൾക്കിടയിൽ ജാഗ്രത വർദ്ധിപ്പിക്കുന്നു. ക്രൂയിസ് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയാണ്. മാസങ്ങൾക്ക് മുൻപേ പ്ലാൻ ചെയ്ത യാത്രകൾ പകുതിക്ക് വെച്ച് ഉപേക്ഷിക്കേണ്ടി വരുന്നതും വിനോദത്തിന് പകരം രോഗശയ്യയിൽ സമയം ചിലവഴിക്കേണ്ടി വരുന്നതും വലിയ മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. കപ്പലിനുള്ളിലെ മെഡിക്കൽ സെന്ററുകൾ ഇപ്പോൾ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നൊറോ വൈറസ് ബാധിച്ചാൽ നിർജ്ജലീകരണം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലായതിനാൽ രോഗികൾക്ക് ധാരാളം വെള്ളവും ലവണങ്ങളും നൽകേണ്ടതുണ്ട്. കുട്ടികളെയും മുതിർന്നവരെയുമാണ് ഈ വൈറസ് കാര്യമായി ബാധിക്കുന്നത്. കപ്പലിലെ ആരോഗ്യ പ്രവർത്തകർ വിശ്രമമില്ലാതെ ഓരോ രോഗിയെയും നിരീക്ഷിച്ചു വരികയാണ്. ഈ സംഭവം ക്രൂയിസ് ടൂറിസം മേഖലയ്ക്ക് വലിയൊരു ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. യാത്രക്കാരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയരുകയാണ്. ഭാവിയിൽ ഇത്തരം കപ്പലുകളിൽ ശുചിത്വ മാനദണ്ഡങ്ങൾ എത്രത്തോളം കർശനമായി പാലിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ച് പരിശോധനകൾ ഉണ്ടായേക്കാം. ഓരോ യാത്രയ്ക്ക് മുൻപും കപ്പലുകൾ ആഴത്തിൽ അണുവിമുക്തമാക്കേണ്ടതിന്റെ ആവശ്യകത ഇത് ഓർമ്മിപ്പിക്കുന്നു. കരീബിയൻ കടലിലെ ഈ ഉല്ലാസ കപ്പൽ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. വൈറസ് ബാധ നിയന്ത്രണ വിധേയമായ ശേഷം മാത്രമേ യാത്ര തുടരാൻ അനുവദിക്കൂ എന്നാണ് സൂചന. കപ്പലിൽ നിന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങൾ യാത്രക്കാരുടെ ഭീതി വെളിപ്പെടുത്തുന്നതാണ്. പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥയിൽ കപ്പലിനുള്ളിൽ കഴിയുന്നത് വലിയൊരു പരീക്ഷണമായാണ് അവർ കാണുന്നത്. വൈറസിന്റെ ഉദ്ഭവം എവിടെ നിന്നാണെന്ന് കണ്ടെത്താൻ ശാസ്ത്രജ്ഞർ ശ്രമിക്കുന്നുണ്ട്. ഭക്ഷണത്തിൽ നിന്നാണോ അതോ ഏതെങ്കിലും യാത്രക്കാരനിൽ നിന്നാണോ ഇത് തുടങ്ങിയതെന്നതിൽ വ്യക്തതയില്ല. ഇതിന്റെ സ്രവങ്ങൾ പരിശോധനയ്ക്കായി ലാബുകളിലേക്ക് അയച്ചിട്ടുണ്ട്. റിപ്പോർട്ടുകൾ വന്നാൽ മാത്രമേ വൈറസിന്റെ സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കൂ. കപ്പൽ യാത്രകളിൽ വ്യക്തി ശുചിത്വം പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ആരോഗ്യ വിദഗ്ധർ ഊന്നിപ്പറയുന്നു. കൈകൾ ഇടയ്ക്കിടെ സോപ്പിട്ട് കഴുകുന്നതും പാകം ചെയ്ത ആഹാരം മാത്രം കഴിക്കുന്നതും ഒരു പരിധിവരെ ഇത്തരം വൈറസുകളെ തടയാൻ സഹായിക്കും. എങ്കിലും നൊറോ വൈറസ് പോലുള്ള അതിവേഗ വ്യാപന ശേഷിയുള്ള വൈറസുകളെ പ്രതിരോധിക്കുക എന്നത് അത്ര എളുപ്പമല്ല. കപ്പലിലെ ഈ പകർച്ചവ്യാധി മറ്റു കപ്പലുകളിലേക്കോ തുറമുഖങ്ങളിലേക്കോ പടരാതിരിക്കാനുള്ള മുൻകരുതൽ എടുത്തിട്ടുണ്ട്. യാത്രക്കാരെ ഇറക്കുന്നതിന് മുൻപ് അവർ രോഗവിമുക്തരാണെന്ന് ഉറപ്പുവരുത്തും. നിലവിൽ കപ്പൽ ഒരു തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുകയാണ്. ആരെയും പുറത്തിറങ്ങാനോ അകത്തേക്ക് കയറാനോ അനുവദിക്കുന്നില്ല. ഭാവിയിൽ യാത്ര പോകുന്നവർ ഇത്തരം വാർത്തകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
ഏതൊരു യാത്രയിലും ആരോഗ്യ സുരക്ഷയ്ക്കായിരിക്കണം മുൻഗണന. ഹാൻഡ വൈറസും നൊറോ വൈറസും പോലുള്ള ഭീഷണികൾക്കിടയിൽ യാത്രകൾ ആസൂത്രണം ചെയ്യുമ്പോൾ ഇൻഷുറൻസ് പരിരക്ഷയും മെഡിക്കൽ സൗകര്യങ്ങളും ഉറപ്പുവരുത്തണം. കരീബിയൻ കപ്പലിലെ ഈ സംഭവം നമുക്ക് നൽകുന്ന സന്ദേശം ജാഗ്രതയുടേതാണ്. വിനോദയാത്രകൾ എപ്പോൾ വേണമെങ്കിലും ദുരന്തമായി മാറാം എന്നതിന്റെ തെളിവാണ് 100-ലധികം പേർക്ക് ബാധിച്ച ഈ വൈറസ്. ലോകാരോഗ്യ സംഘടനയും മറ്റ് ഏജൻസികളും ഈ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. ഈ പ്രതിസന്ധി ഉടൻ മാറുമെന്നും യാത്രക്കാർ സുരക്ഷിതരായി തിരിച്ചെത്തുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. ശുചിത്വവും മുൻകരുതലും മാത്രമാണ് ഇത്തരം അദൃശ്യ ശത്രുക്കളെ നേരിടാനുള്ള ഏക ആയുധം.